മീൻകറി നമ്മൾ പലരും പല രീതിയിലാണ് വയ്ക്കാറ്. എന്നാൽ ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. കഴിക്കാൻ നല്ല രുചിയാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി ചെയ്യാം. ഇത് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ മിക്സായിട്ട് മീൻ വരുമല്ലോ, മത്തിച്ചാളയും നെത്തോലി അങ്ങനെയുള്ള 2-3 ചേർന്ന് വരുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. കടായി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയോ വലിയ സവാളയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരല്പം വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു തക്കാളി നിങ്ങളുടെ മീനിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം കുടംപുളിയോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. സിന്തറ്റിക് വിനാഗിരി ഒരു കാരണവശാലും ഒഴിക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് കോക്കനട്ടിൻ്റെ വിനാഗിരിയോ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനാഗിരിയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ മീനാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചാളയാണ് ഇതുപോലെ വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് വേണം വേകാനായിട്ട്. 8 മിനിറ്റ് കൊണ്ടൊന്നല്ല ഒന്നും ചാള മീൻ വേഗത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 13-14 മിനിറ്റോളം എടുക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണ്ട. നമ്മൾ കൈ എടുത്തിട്ട് ചട്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് അനക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരു 10-11 മിനിറ്റോളം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. നല്ല രുചിയാണ് ഈ മീൻ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ചാറില്ലാതെ ഇതുപോലെ പറ്റിച്ച് വെക്കണമെങ്കിൽ ലാസ്റ്റ് ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോ കാണിക്കുന്നത് ചക്ക നമ്മൾ ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ്. ചക്ക നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതൊരു പക്ഷേ തമാശയായി തോന്നാം. തമാശ ഒന്നുമല്ല, ഇത് സീരിയസ് ആണ്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ദഹനക്കേടുള്ളവർക്ക് ഈ രീതിയിൽ പുഴുങ്ങി കഴിച്ചാൽ ഒരിക്കലും ഗ്യാസ് ഉണ്ടാകത്തില്ല. ചക്കയുടെ കുരു പോലും അവർക്ക് ഈ രീതിയിൽ പുഴുങ്ങി കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ മീനോ ഇറച്ചിയോ കാന്താരി മുളകും ചെറിയ ഉള്ളി ഇട്ടുള്ള ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. അല്ലാതെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാകത്തില്ല. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ, ഞാൻ ഒരു അച്ചാറിടുന്ന വീഡിയോ ആണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. ഈ അച്ചാർ പറഞ്ഞാൽ നമുക്ക് ഏത് അസുഖം ഉള്ളപ്പോഴും, നമുക്ക് ജലദോഷവും പനിയൊക്കെ ഉള്ളപ്പോഴും ഇതുപോലൊരു അച്ചാർ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പനിയും ജലദോഷം കുറയാൻ സാധ്യതയുള്ള ഒരു അച്ചാറാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പച്ച കടുകെണ്ണയിലാണ് ഇതിട്ടിട്ടുള്ളത്. പച്ച കടുകെണ്ണയിൽ ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. നല്ല വെയിലുള്ളപ്പോൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കി വെച്ചാൽ വർഷങ്ങളോളം ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.